നമസ്കാരം, പൗളിൻ ന്യൂസിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. മെഡ്ജുഗോറെ മരിയൻ തീർത്ഥാടന കേന്ദ്രത്തിന് വത്തിക്കാൻ അംഗീകാരം. ബ്രിട്ടനിൽ സീറോ മലബാർ സഭ യുവജന സംഗമം. വിശുദ്ധ ഫ്രാൻസിസ് അസീസിക്ക് പഞ്ചക്ഷതം ലഭിച്ചതിന്റെ 800-ാം വാർഷികം ആഘോഷിച്ചു. സ്ത്രീയുടെ മാതൃത്വത്തെ അപമാനിക്കുന്നത് ക്രിമിനൽ കുറ്റം. മാർ ജോസഫ് പാംബ്ലാനി. തൈക്കാട്ടുശ്ശേരി ഇടവകയിൽ തിരുവോണ ആഘോഷം നടന്നു. തൈക്കാട്ടുശ്ശേരിയിൽ യുവജന ധ്യാനം നടന്നു. CLC ഫൊറോന തല മത്സരം നടത്തപ്പെട്ടു. രൂപത സൗഹൃദ സന്ദർശനം നടന്നു. വാർത്തകൾ വിശദമായി. സഭാ വാർത്തകൾ. മെഡ്ജുഗോറെ മരിയൻ തീർത്ഥാടന കേന്ദ്രത്തിന് വത്തിക്കാൻ അംഗീകാരം. ബോസ്നിയ ഹെർസഗോവിനയിലെ സെയിന്റ് ജെയിംസ് ദേവാലയത്തിൽ 6 കുട്ടികൾക്കായാണ് പലതവണയായി മരിയൻ പ്രത്യക്ഷീകരണം ഉണ്ടായത്. സുദീർഘമായ അന്വേഷണത്തിന് ശേഷമാണ് അംഗീകാരം നൽകിയത്. ബ്രിട്ടനിൽ സീറോ മലബാർ സഭ യുവജന സംഗമം. ഗ്രേറ്റ് ബ്രിട്ടൻ സീറോ മലബാർ രൂപത SMYM യുവജന സംഗമം ഹന്ദൂസ ആനന്ദം 2024 സംഘടിപ്പിച്ചു. സഭയുടെ ഏറ്റവും വലിയ സമ്പത്ത് യുവജനങ്ങളാണെന്നും അവയുടെ പരിപോഷണത്തിനു വേണ്ടിയാണ് സഭയുടെ എല്ലാ വിഭവങ്ങളും ഉപയോഗിക്കേണ്ടതെന്നും മേജർ ആർച്ച് ബിഷപ്പ് റാഫേൽ തട്ടിൽ അഭിപ്രായപ്പെട്ടു. വിശുദ്ധ ഫ്രാൻസിസ് അസീസിക്ക് പഞ്ചക്ഷതം ലഭിച്ചതിന്റെ 800-ാം വാർഷികം ആഘോഷിച്ചു. AD 1224 വിശുദ്ധ ഫ്രാൻസിസ് അസീസി പഞ്ചക്ഷതധാരിയായത്. ആയതിന്റെ 800-ാം വാർഷികം ഭക്തിസാന്ദ്രമായി ആചരിക്കുകയുണ്ടായി. സ്ത്രീയുടെ മാതൃത്വത്തെ അപമാനിക്കുന്നത് ക്രിമിനൽ കുറ്റം. മാർ ജോസഫ് പാംബ്ലാനി. സ്ത്രീയുടെ മാതൃത്വത്തെ അപമാനിക്കുന്നത് ക്രിമിനൽ കുറ്റമാണെന്ന് മാർ ജോസഫ് പാംബ്ലാനി. കുഞ്ഞുങ്ങൾ അധികമുള്ള സ്ത്രീയെ കമന്റ് ചെയ്യുന്നവർ ക്രിമിനൽ കുറ്റത്തിന് അർഹരാണെന്ന് അദ്ദേഹം പറഞ്ഞു. കുഞ്ഞുങ്ങൾ അധികമുള്ള കുടുംബങ്ങളെ ആദരവോടെ കാണണമെന്നും മനുഷ്യ സമ്പത്താണ് രാജ്യത്തിന്റെ സമ്പത്തെന്നും പിതാവ് പറഞ്ഞു. അടുത്തതായി ഇടവക വാർത്തകൾ. തൈക്കാട്ടുശ്ശേരി ഇടവകയിൽ തിരുവോണ ആഘോഷം നടന്നു. ബഹുമാനപ്പെട്ട വികാരിയച്ഛൻ ഫാദർ സ്റ്റാഴ്സൺ കള്ളിക്കാടൻ തിരുവോണ ആഘോഷങ്ങൾ ഉദ്ഘാടനം ചെയ്തു. CLC പ്രവർത്തകർ പൂക്കളമൊരുക്കി. വടംവലി ഉൾപ്പെടെ വിവിധ കലാകായിക മത്സരങ്ങൾക്ക് വിശ്വാസ പരിശീലകരും മതബോധന വിദ്യാർത്ഥികളും നേതൃത്വം നൽകി. തൈക്കാട്ടുശ്ശേരിയിൽ യുവജന ധ്യാനം നടന്നു. ജീസസ് യൂത്ത് ഒല്ലൂർ സബ് സോൺ യുവജന ധ്യാനം ജോണൂക്കൻ മെമ്മോറിയൽ സ്പെഷ്യൽ സ്കൂളിൽ നടന്നു. ഫാദർ സ്റ്റാഴ്സൺ കള്ളിക്കാടൻ, ഫാദർ ജിൻഡോ ചിറമൻ, ഫാദർ ബാസ്റ്റിൻ കുഞ്ഞോലിപ്പറമ്പിൽ എന്നിവർ ധ്യാനത്തിന് നേതൃത്വം നൽകി. CLC ഫൊറോന തല മത്സരം നടത്തപ്പെട്ടു. ഇടവകയിലെ CLC അംഗങ്ങൾ വിവിധ ഇനം മത്സരങ്ങളിൽ പങ്കെടുക്കുന്നു. രൂപത സൗഹൃദ സന്ദർശനം നടത്തുന്നു. രൂപത അധികൃതരുടെ സൗഹൃദ സന്ദർശനം നടന്നു. വാർത്തകൾ അവസാനിച്ചു. വാർത്തകൾ വായിച്ചത് ഗോഡ്വിൻ ന്യൂസ്.